മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് CR അജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നമ്മൾ പൊതുവായ അപവാദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 76 മുതൽ 106 വരെയുള്ള വകുപ്പുകളിലാണ് ഇത് പറയുന്നത്. ചില പ്രത്യേക സംഭവങ്ങളിൽ ശിക്ഷ വിധിക്കുവാൻ പാടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സവിശേഷ തത്വങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തത്വങ്ങൾ മുഴുവൻ കുറ്റകൃത്യങ്ങൾക്കും ബാധകമാണ്. ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് കുറ്റവാളി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത്. ഒരാൾ വേറൊരാളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് സാമാന്യ നിയമം അനുസരിച്ച് കുറ്റകരമാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് കുറ്റകരമല്ലാതെ ആകുന്നുണ്ട്. തെറ്റായ മുഴുവൻ പ്രവർത്തികളുടെയും പിന്നിൽ കുറ്റകരമായ മനോഭാവം അഥവാ മെൻസ്രിയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കുറ്റകരമായ മനോഭാവത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമേ കുറ്റകൃത്യങ്ങളാകുന്നുള്ളൂ. ഒരു ഉദ്ദേശം പിന്നിലുണ്ടെങ്കിൽ മാത്രമേ അത് കുറ്റം ആയി മാറുന്നുള്ളൂ എന്നുള്ളതാണ് പീനൽ കോഡ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് ശിക്ഷാ നിയമത്തിൻ്റെ ശിക്ഷാ സംഹിതയിലെ ഒരു അടിസ്ഥാന തത്വമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുറ്റകരമായ മനോഭാവം അഥവാ മെൻസ്രിയ ഇല്ല എന്ന് നിയമം അനുമാനിക്കുകയാണ്. അത്തരത്തിലുള്ള വിശേഷ സാഹചര്യങ്ങളെയാണ് പൊതുവായ അപവാദങ്ങൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് നിയമപരമായി ബാധ്യസ്ഥനാണെങ്കിലോ നിയമപരമായി ബാധ്യതയുണ്ടെന്നോ ഉള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയോ ആ പ്രവൃത്തി ചെയ്യുന്ന ആൾ കുറ്റക്കാരനാകുന്നില്ല. അതായത് കുറ്റവാളിയായ ഒരാളിനെ ഒരു ആരാച്ചാര് തൂക്കിലേറ്റുന്നു. തൂക്കിലേറ്റുന്ന ആരാച്ചാർ കൊലപാതകമല്ലേ ചെയ്യുന്നത്? ആരാച്ചാരെ കൊലപാതക കേസിന് പ്രതിയാക്കേണ്ടതല്ലേ? ഈ ചോദ്യമാണ് പൊതുവായ അപവാദം ചർച്ച ചെയ്യുന്നത്. മേലധികാരികളുടെ ഉത്തരവനുസരിച്ച് ഒരു സൈനികോദ്യോഗസ്ഥൻ ജനക്കൂട്ടത്തിന് നേർക്ക് വെടിവെക്കുന്നു. നോക്കൂ, ശ്രദ്ധിക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മേലധികാരികളുടെ ഉത്തരവനുസരിച്ചിട്ടാണ് വെടിവെക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ യാതൊരു കുറ്റവും ചെയ്യുന്നില്ല എന്ന് പൊതുവായ അപവാദങ്ങളിൽ വിശദമാക്കുന്നു. കോടതി ഉത്തരവനുസരിച്ച് ആമീൻ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. സാമാന്യമായ അന്വേഷണത്തിന് ശേഷം ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും ആൾ മാറിപ്പോയി. ഈ പിശക് സംഭവിച്ചത് മനഃപൂർവ്വമല്ല. മനഃപൂർവ്വം ആയിട്ടാണെങ്കിൽ മാത്രമേ ആമീൻ അവിടെ കുറ്റം ചെയ്യുന്നുള്ളൂ. ആമീൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പൊതുവായ അപവാദങ്ങളിൽ സൂചിപ്പിക്കുന്നു. നീതി നിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ന്യായാധിപൻ തൻ്റെ അധികാരം ഉപയോഗിച്ചു വരുന്ന പ്രവർത്തികളെയോ അധികാരമുണ്ടെന്ന് ഉത്തമ വിശ്വാസത്തിൽ ധരിച്ചു ചെയ്യുന്ന പ്രവർത്തികളെയോ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്താവുന്നതല്ല. തൂക്കിലേറ്റാൻ ഉത്തരവിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ന്യായാധിപൻ കുറ്റക്കാരനാകുന്നില്ല എന്നുള്ളതാണ് ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഒരു കോടതിയുടെ വിധിയോ ഉത്തരവോ അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ ഒന്നും തന്നെ കുറ്റങ്ങളല്ല. കോടതിക്ക് അധികാരമില്ലെന്ന് വന്നാൽ കൂടി പ്രവർത്തിക്കുന്ന ആൾ കോടതിക്ക് അധികാരമുണ്ടെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്തിരുന്നാൽ മാത്രം മതി. ഒരാളൊരു കൊലക്കുറ്റം ചെയ്യുന്നത് കാണുവാൻ ഇടയാകുന്നു. കൊലപാതകിയെ അധികാരികളെ ഏൽപ്പിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. അയാൾ കൊലപാതകിയെ അധികാരികളെ ഏൽപ്പിക്കുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊലപാതകം നടത്തിയവനാണെന്ന് കണ്ട് കേസ് കോടതി വെറുതെ വിട്ടാലും ഇയാളെ പിടിച്ച് ഏൽപ്പിച്ച ആൾ യാതൊരു തരത്തിലുള്ള കുറ്റവും ചെയ്യുന്നില്ല. കാരണം നിയമം നീതീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് താൻ ചെയ്തത് എന്നാണ് പിടിച്ച് ഏൽപ്പിച്ച ആളിൻ്റെ ഉത്തമ വിശ്വാസം. IPCയിലെ 79-ാം വകുപ്പാണ് ഇതിനെക്കുറിച്ച് വിശദമാക്കുന്നത്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുവായ അപവാദങ്ങളെക്കുറിച്ച്. നമ്മൾ മുമ്പ് പറഞ്ഞ അതേ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ ജോൺ എന്ന ക്രിമിനലാണെന്ന് കരുതി ജോർജ് എന്ന സാധുവായ മനുഷ്യനെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു ജയിലിലിട്ടു. പോലീസ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം ചെയ്തതല്ല അത്. പോലീസ് ഉദ്യോഗസ്ഥന് ഈ പറയുന്ന സാധുവായ ജോർജിനോട് ഇതിനു മുമ്പ് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല. വളരെ ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് തൻ്റെ പ്രവൃത്തി പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. എങ്കിലും ഒരു പിശക് അതിനകത്ത് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്.